സംസ്ഥാനത്തെ ബി.ജെ.പി. നേതൃത്വവുമായി കൊമ്പുകോർത്ത് കൃഷ്ണദാസ് പക്ഷം അടിയന്തരമായി കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്ന് നേതാക്കൾ സംസ്ഥാന അധ്യക്ഷനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാർട്ടിയിലെ മേൽക്കമ്മിറ്റി വിളിച്ചു ചേർക്കാത്തതിൽ കൃഷ്ണദാസ് പക്ഷത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. വി.എസ്. രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇന്നലെ പക്ഷേ ആ നിലയിലല്ല ജാവ്ദേക്കർ വിശദീകരണം നൽകിയിട്ടുള്ളത്. എല്ലാ യോഗങ്ങളിലും എല്ലാവരും പങ്കെടുക്കേണ്ടതില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് ഈ മൂന്ന് നേതാക്കളും. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ അടുത്ത യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ വരും എന്നൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളതെങ്കിൽ പോലും അതല്ല കാര്യം. പ്രത്യേകിച്ച് ഈ മൂന്ന് പേരും ഒരേപോലെ വിട്ടുനിൽക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കാരണം? കൃഷ്ണദാസ് പക്ഷത്തിലെ മുതിർന്ന മൂന്ന് നേതാക്കന്മാർ, അതായത് പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെ എൻ രാധാകൃഷ്ണനും എം.ടി. രമേശും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ പാർട്ടി അറിയിച്ചിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കൃഷ്ണദാസ് അദ്ദേഹത്തിന് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു കാരണമായി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ചില വ്യക്തിപരമായ അസൗകര്യങ്ങളൊക്കെ പാർട്ടിയെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ചില ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്തരം പ്രശ്നങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പല പ്രശ്നങ്ങളും നേതൃത്വത്തിനുണ്ടാവും. അതൊക്കെ പറയേണ്ടത് ഒരു മേൽ കമ്മിറ്റിയിലാണ്, പ്രത്യേകിച്ച് കോർ കമ്മിറ്റി പോലെ ഒരു മേൽ കമ്മിറ്റിയിലാണ്. ആ കോർ കമ്മിറ്റിയിൽ ഇത് പറയാൻ അവസരമുണ്ടായില്ല എന്നും ആദ്യത്തെ യോഗം തന്നെ ഒരു നേതൃയോഗമായി വിളിച്ചുവെന്നും ആ നേതൃയോഗത്തിലാണെങ്കിൽ പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള അവസരങ്ങളില്ല എന്നുള്ളതുമാണ് പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വിട്ടുനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ അത് അടിയന്തരമായി കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കണം എന്നൊരാവശ്യമാണ് ഈ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിൽ പല മണ്ഡലങ്ങളിലും ഈ വിഭാഗീയ പ്രശ്നങ്ങൾ മൂലം തെരഞ്ഞെടുപ്പിൽ വീഴ്ച വന്നു എന്ന് പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന് അഭിപ്രായമുണ്ട്. ആലപ്പുഴയിൽ, കോഴിക്കോട്ട്, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ വീഴ്ചകൾ ഈ സംഘടനാ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായി എന്ന് അവർക്ക് ആരോപണമുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അതുപോലെ ശോഭാ സുരേന്ദ്രൻ വിവാദങ്ങൾ ഉന്നയിച്ച സമയത്ത്, വിമർശനങ്ങളും പ്രസ്താവനകളും നടത്തിയ സമയത്ത് പാർട്ടി അധ്യക്ഷൻ അതിൽ ഇടപെട്ടില്ല, അതിൽ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അതിലൊരു നിസ്സംഗത പാലിച്ചു എന്നൊരു അഭിപ്രായവും ഈ നേതാക്കന്മാർക്കുണ്ട്. ഏതായാലും പി.കെ. കൃഷ്ണദാസ് വിഭാഗം ഇക്കാര്യത്തിൽ അവർക്ക് ചെറിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി മൂലം തന്നെയാണ് ഇന്നലെ പങ്കെടുക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പരിഹരിക്കാൻ തീർച്ചയായിട്ടും അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.